ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ജി കെ ആണ്. ജി കെ ഫസ്റ്റ് ക്ലാസ് ആട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്നത് മൈ സെൽഫാണ്. മൈ സെൽഫിനെ കുറിച്ച് പഠിക്കാനാണ് ഫസ്റ്റ് ലെസണായിട്ട് നമുക്ക് ജി കെയിൽ വരുന്നത്. അപ്പം എന്താണ് ഈ മൈ സെൽഫ് എന്ന് ജസ്റ്റ് നമുക്ക് ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. ഉണ്ടാവും മൈ എന്ന് പറഞ്ഞാൽ ഞാനല്ലേ. അപ്പോൾ എനിക്കൊരു പേരുണ്ടാവും, എനിക്കൊരു വീടുണ്ടാവും, ഞാൻ വരുന്നത് ഒരു സ്ഥലത്ത് നിന്നായിരിക്കും അല്ലേ. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ നമ്മൾ അതിനൊരു ആൻസർ പറയില്ലേ, എനിക്ക് പേര് ഇങ്ങനെയാണ്, ഞാൻ വരുന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മൈ സെൽഫ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും മൈ സെൽഫ് പറയുക, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാലോ എങ്ങനെയാണ് മൈ സെൽഫ് എന്ന് പറയുക എന്നുള്ളത്. ഇവിടെ കുറച്ച് നമ്മളൊരു 5 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? മൈ നെയിം ഈസ് രാജ്. ഓക്കെ, മൈ നെയിം ഈസ് രാജ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ പേര് രാജ്. ഐ ആം 13 years old. ഐ ആം എത്രയാ, 13 years old. അതായത് എനിക്ക് 13 വയസ്സായി എന്നാണ് പറയുന്നത്. എനിക്ക് 13 വയസ്സായി എന്നാട്ടോ പറയുന്നത്. മൂന്നാമത് എന്താ എഴുതിയിരിക്കുന്നത്? ഐ ലൈവ് ഇൻ പൂനെ അല്ലേ. അപ്പോൾ ആൾ താമസിക്കുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ദർ ആർ 6 members ഇൻ മൈ ഫാമിലി. അതായത് എൻ്റെ ഫാമിലിയിൽ മൊത്തം എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. എൻ്റെ അമ്മ ആരാ? ഒരു സാധാരണ വീട്ടമ്മയാണ് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി നമുക്കൊരു ചെറിയൊരു കോൺവെർസേഷൻ കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ടീച്ചറും കുറച്ച് സ്റ്റുഡൻസിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താ എഴുതിക്കണം? എബൌട്ട് മൈ സെൽഫ് അല്ലേ. അപ്പോൾ ടീന ഈസ് ഇൻ ഹിയർ ക്ലാസ് റൂം. ടീന എന്ന് പറയുന്നത് ടീച്ചറാണ്. അപ്പം ആൾ ക്ലാസ് റൂമിലുണ്ട്. ഇറ്റ് ഈസ് ഹിയർ ഫസ്റ്റ് ഡേ ഓഫ് ദ ന്യൂ ക്ലാസ് അല്ലേ. ടീനയുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. അതായത് ഇന്ന് നമ്മൾ സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിലൊരു കുട്ടി സ്വന്തമായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ ടീച്ചർമാർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ പേരെന്താണ്, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മൈ സെൽഫ് എന്ന് പറയാം. അപ്പോൾ ഇതിലൊരു കുട്ടി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഹലോ ഫ്രണ്ട്സ് അല്ലേ, ഹായ് കൂട്ടുകാരെ അല്ലേ, ഹലോ ഹായ് എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മളൊരു ഇതായിട്ട് പറയാം അല്ലേ. അതിന് ശേഷം പറയുന്നത് ഐ ആം ടീന. ഓക്കെ, അപ്പോൾ എൻ്റെ പേരെന്താണ്? ടീന, ഞാൻ ടീനയാണ്. ഐ ആം എ ഗേൾ, ഞാനൊരു പെൺകുട്ടിയാണ് അല്ലേ, ഞാനൊരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ഐ ആം 6 years old. എനിക്ക് എത്ര വയസ്സുണ്ട്? 6 വയസ്സുണ്ട് എന്നാണ് ആ കുട്ടി പറയുന്നത്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഈസ് മാംഗോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്താണെന്ന് പറയുന്നത്? മാംഗോ ആണല്ലേ, മറ്റേ മാങ്ങയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മാങ്ങയാണെന്നാണ് പറയുന്നത്. ഐ ലൈക്ക് പിങ്ക് കളർ. എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. റോസ് അല്ലേ, പിങ്ക് എന്ന് പറഞ്ഞാൽ റോസ് കളറിനെ പറയാം. അപ്പോൾ ആ കുട്ടിയുടെ എബൌട്ട് സെൽഫ് ചെയ്തിട്ടുണ്ട്, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഫുഡ് ഉണ്ടാവും, കളർ ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, ഗെയിം ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും അല്ലേ. അങ്ങനെ നിങ്ങൾക്കൊരു പേരുണ്ടാവും, നിങ്ങൾക്കൊരു വീടുണ്ടാവും, നിങ്ങൾ വരുന്നതിനൊരു സ്ഥലത്തിനൊരു നെയിമില്ല, ഒരു പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫും എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇത് നോക്കിക്കേ, ടീച്ചർ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. അപ്പോൾ അതിലൊരു കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ പേര്? ഇപ്പോൾ ഞാൻ ഒരു കുട്ടിയുടെ പേര് പറയാണ്, മുഹമ്മദ്. ഓക്കെ, മുഹമ്മദ് എന്ന് ഒരു പേര് ഞാൻ പറയണം. അപ്പോൾ ആ കുട്ടി പറയാണ് മൈ നെയിം ഈസ് മുഹമ്മദ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് പറയണം? മൈ നെയിം ഈസ് നിങ്ങളുടെ പേര്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹൗ ഓൾഡ് ആർ യു. എത്ര വയസ്സായി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കേക്കിൻ്റെയൊക്കെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എത്ര വയസ്സായി, ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് മുറിക്കുക അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പം ഐ ആം എത്ര വയസ്സായി? 5 years old അല്ലേ. നമുക്ക് എത്ര വയസ്സായി? 5 വയസ്സായിട്ടുണ്ട്. അപ്പം ഐ ആം 5 years old. ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ്, സൂര്യൻ്റെയൊക്കെ ഒരു പിക്ചർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ ആം 5 അല്ലേ. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഐ ആം 5. വേർ ആർ യു ഫ്രം അല്ലേ, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥലം പറയാം, ഒരു പാലക്കാട് എന്ന് ഞാൻ പറയാണ്. അപ്പം എങ്ങനെയാണ് പറയാം? ഐ ആം ഫ്രം പാലക്കാട് അല്ലേ, ഞാൻ വരുന്നത് എവിടെ നിന്നാണ്? പാലക്കാട്. വേർ ഡു യു ലൈവ് അല്ലേ, നമ്മൾ എവിടേക്കാണ് പോകുന്നത് അല്ലേ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഐ ലൈവ് ഇൻ സ്കൂൾ അല്ലേ. ഞാനിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? സ്കൂളിൽ. അപ്പോൾ എന്താ പറയുക? ഐ ലൈവ് ഇൻ സ്കൂൾ. വാട്ട് സ്കൂൾ ഡു യു
ഡു ടു എന്തിനാണല്ലേ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്? ഐ ഗോ ടു സ്റ്റഡി ഇൻ സ്കൂൾ അല്ലേ? എന്തിനാണ് പോകുന്നത്? സ്റ്റഡി ഇൻ പഠിക്കാൻ അല്ലേ? അപ്പോൾ ഞാൻ പോകുന്നു പഠിക്കാൻ അല്ലേ? താഴെ കൊടുത്തിട്ടുണ്ട് വാട്ട് ഫ്രൂട്ട് ഡു യു ലൈക്ക്? നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണ് ഇഷ്ടമല്ലേ? അതിൽ വാട്ടർമെലൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഐ ലൈക്ക് വാട്ടർമെലൺ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞു ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.